ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നേ. അപ്പോൾ പ്രത്യേകിച്ച് മോഡലൊന്നും കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്തൊന്നും മോഡൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മോഡൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ മോഡൽ സെലക്ട് ചെയ്ത് വെക്കും. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഈ ക്രീം കൊടുക്കൂലേ, ക്രീം കൊടുത്തിട്ട് ആ ബോർഡുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കും. അതായത് ഒന്നുകിൽ ബോർഡർ ഡിസൈൻ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ കളർ ക്രീം കൊണ്ട് തന്നെ ഈ വൈറ്റിൻ്റെ മീതെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ കൊടുക്കാറില്ലേ അത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാലറ്റ് നൈഫ് കൊണ്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കേക്ക് ഏത് ഡിസൈനാണെന്ന് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മോഡൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈനായി കൊടുക്കുന്ന സമയത്ത് രണ്ടാമത് നമ്മൾ ഈ ക്രീം ഫ്രിഡ്ജിലിരുന്ന് സെറ്റായതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് അതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു അടയാളമായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കില്ല നമ്മൾ അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മോഡൽ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കുകയുള്ളൂ. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെയാണ് ഇതേപോലെ ക്രീം കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ക്രീം എവിടെയെങ്കിലും ആകാതെ നിൽപ്പുണ്ടെങ്കിൽ അത് വീണ്ടും ക്രീം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമുക്ക് ഇരിക്കുന്ന ക്രീമിനെ തന്നെ വീണ്ടും അവിടത്തേക്ക് ആക്കി കൊടുക്കരുത്. അപ്പോൾ അത് കറക്റ്റ് അളവല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വേറെ ക്രീം തന്നെ അവിടെ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് വീണ്ടും പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ചരിച്ച് പിടിച്ച ശേഷം ടേൺ ടേബിൾ നല്ല രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ക്രീം അവിടെ അങ്ങ് ആയിക്കോളും, ബാക്കി ഇങ്ങ് വന്നോളും. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗവും കൂടി ഇതേപോലെ ഒന്ന് അകത്തേക്ക് മടക്കി എടുക്കൂലേ, ആ രീതിക്ക് ഒന്ന് വലിച്ചെടുത്തിട്ട് എക്സസ് ആയിട്ടുള്ളതെല്ലാം ഇങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും ക്രീം. പിന്നെ ബാലൻസ് വരുന്നത് നമുക്ക് ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രീം അതിനകത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് അളവല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അതിങ്ങ് വന്നോളും. കറക്റ്റായിട്ടുള്ളത് അവിടെ തന്നെ നിന്ന് കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം സൈഡ് ഭാഗം നല്ല രീതിയിൽ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടിയാണ് ക്ലിയർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ പാലറ്റ് നൈഫ് ഇതേപോലെ ഒരു ടവൽ കൊണ്ടൊന്ന് തുടച്ചിട്ട് ഒരു തുണി എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഒന്ന് നനച്ച് തുടച്ച ശേഷം ഇതേപോലെ ഒന്ന് അകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രീം ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കൂലേ, ആ ക്രീമിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അതൊന്ന് എടുത്ത് മാറ്റി കൊടുത്തിട്ട് വീണ്ടും തുടച്ചെടുക്കാം. വീണ്ടും അതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുന്ന രീതിയിൽ അകത്തേക്ക് ആക്കി കൊടുക്കണം. പുറത്തേക്കല്ല, അകത്തേക്ക് മടക്കി എടുത്തിട്ട് വീണ്ടും തുടച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പാലറ്റ് നൈഫ് ഒന്ന് നനച്ച ശേഷം ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ആ പാലറ്റ് നൈഫിൻ്റെ അടയാളം ഒന്നും അവിടെ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്രംസാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ക്രംസ് വരുന്ന ഭാഗത്തേക്ക് ഞാൻ അകത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടയാളം ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ക്രംസ് വരുന്നതുകൊണ്ട് അവിടെ അങ്ങ് മറഞ്ഞ് നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെ കളറാണ് ക്രീം ആവശ്യമുള്ളത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ക്രംസ് ഇടാനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ക്രംസ് അല്ല, നേരത്തെ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അടച്ചിട്ട്. അതാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയാണ് നല്ല വശം ഫ്രണ്ടിലേക്ക് വരേണ്ടത് ഒന്ന് നോക്കിയ ശേഷം ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒന്ന് നോക്കി ക്ലിയറാക്കി വെച്ച ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് അരിപ്പിലിട്ട് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം ഒരു വശം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ട് വശത്തോട്ടാണ് ഫ്ലവറും നൈമും ഒക്കെ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ക്രംസ് പൊടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് അതായത് പൊടിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ ചൂട് ആയി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചാലും ഒരുമാതിരി നമ്മൾ അരിപ്പിൽ കൂടെ അരിച്ചാൽ അത് കറക്റ്റായിട്ട് വീഴാത്ത രീതിയിൽ ഇരിക്കും. പക്ഷേ അത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്ന രീതിയിലാക്കി എടുത്താൽ, ചൂടാക്കാൻ മാത്രമല്ല ഒന്ന് വറുത്തെടുക്കുന്ന പോലെ എടുക്കണം. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അരിക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും, അരിപ്പിൽ കൂടെ അരിച്ചിടാനും പറ്റും. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ പൊടിഞ്ഞ് കിട്ടത്തുമില്ല. ഇങ്ങനെ അരിച്ചിടുന്ന സമയത്ത് അത് അരിപ്പിൽ കൂടെ വീഴാനും ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നല്ല രീതിയിൽ ഒന്ന് വറുക്കുന്ന രീതിയിൽ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ചൂട് കൂടിപ്പോയാൽ കരിഞ്ഞും പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 2 കളറിലുള്ള ഫ്ലവറാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിങ്കും റെഡും. റെഡ് ഞാൻ ക്രംസ് റെഡ് നല്ല റെഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ക്രീമിലെ റെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കളർ കുറവായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ഒട്ടും മാച്ച് ആവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൗഡർ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന്.
അല്ലാതെ ഈ രണ്ട് കളറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, റെഡ് കളറ് ക്രംസിലുള്ളതും ക്രീമിലുള്ളതും തമ്മിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലവർ, റോസ് ഫ്ലവർ ചെയ്ത് വെച്ചു, റോസ് പെറ്റൽ നോസിലും ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ വെച്ച് നോക്കി. പക്ഷേ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഫ്ലവറും ആ ഒരു ഡിസൈനായിട്ട് ഒട്ടും മാച്ച് ആവണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഫ്ലവർ കൊടുത്തു നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ വൈറ്റ് ക്രീമിൽ ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഡസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് ഫ്ലവറാണ്, രണ്ട് കളറിലുള്ള ടൈപ്പ് ഫ്ലവറാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇടവിട്ട് പിങ്കും റെഡും അങ്ങനെ. അപ്പോൾ ആ ലൈൻ ഫുള്ളായിട്ട് ഫ്ലവർ കൊടുത്ത ശേഷം ഗ്രീൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ലീഫ് നോസിൽ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ചെറിയ ലീഫാണ് കൊടുത്തു നോക്കിയത്. അപ്പോൾ അത്ര മാത്രം ചെയ്ത് കൊടുക്കാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നെ ആ നയം വരുന്ന ഭാഗവും ആ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ എന്തോ ഒരു ബ്ലാങ്കായിട്ട് കിടക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്രീന് കുറച്ച് ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് ആ നയം വരുന്ന ഭാഗത്തേക്കും കൂടി കൊടുത്തിട്ട് കുറച്ച് ബഡ്സും കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയ ഡിസൈനകത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ എന്തോ ഒരു അങ്ങനെ കിടക്കുന്നതൊരു തൃപ്തി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബഡ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ മുട്ടുകൾ മാത്രം കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പിന്നെ ചെറിയൊരു ഫ്ലവർ, ആ വലിയ ഫ്ലവർ ചെയ്തതിൻ്റെ ചെറുതായിട്ടും കൂടി ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തത് എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ ഫ്ലവർ അല്ലേ, ആദ്യം വലിയ ഫ്ലവർ കൊടുത്ത് പിന്നെ ചെറിയ ഫ്ലവർ പിന്നെ ബഡ്സും അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ ബോറായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ചെയ്ത് നോക്കി, ബോറാണെങ്കിൽ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നിയോണ്ട് പിന്നെ ഞാൻ 3-4 അതും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുട്ടുകൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഗ്രീൻ കളറിൽ ഒരു ബോൾ പോലെ അവിടെ വെച്ചിട്ട് പൈപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഒരു ഒറ്റ വലിയ ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഗ്രീൻ കളർ ചെയ്തതിൻ്റെ അതിലേക്ക് തന്നെ ഏത് കളറാണോ ചെയ്യാനുള്ളത് അതും അതേപോലെ ഒന്ന് അകത്തേക്ക് ആക്കി കൊടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം. ആ രീതിയിൽ ചെറിയ മുട്ടുകൾ വരുന്നത് അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ രീതിക്കും കൂടി ഒന്ന് ചെറിയൊരു ബോൾ കൊടുക്കൂലേ, അതേപോലെ ഉള്ളിലേക്കൊന്ന് തള്ളി കൊടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം. ആ രീതിക്കൊന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു മുട്ടായിട്ട് തന്നെ തോന്നും. ഈ മുട്ടകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് തന്നെയാണ് അല്പം റെഡ് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഡാർക്കാക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡസ്റ്റ് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രമല്ലേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നോസിലൊന്നും വേണ്ട. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അത് 2-3 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഐഡിയ വരും അതെങ്ങനെയാണെന്നുള്ളത്. അത് നമുക്ക് കുറച്ച് മാറി നിന്ന് നോക്കുമ്പോൾ അതൊരു മുട്ടായിട്ട് തന്നെ തോന്നും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അത് മനസ്സിലാക്കി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അതും കൂടി ഒന്ന് അറിയിച്ചേക്കണേ.